സലീമേട്ടാ, ഓ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും മിടുമിടുക്കനായ ഒരു ചെറിയ അതിഥി നമുക്കിവിടെ വന്നിട്ടുണ്ട്. സലീമേട്ടൻ ഇവിടെ നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈം വേർഷൻ 2 വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയാം സലീമേട്ട, നമ്മളുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈം കഴിഞ്ഞ സീസൺ 1 പൂർത്തിയായപ്പോൾ അതിൽ ഒരുപാട് എലമെന്റ്സ് വലിയ തോതിൽ വൈറലായിരുന്നു. നമ്മുടെ കേശവമാമന്റെ ക്രൂരൻ കാക്ക, മറ്റു പാട്ടുകൾ, പല കഥകളും, ഈ എപ്പിസോഡിൽ പറഞ്ഞ പല തമാശ കഥകളും പിന്നീട് പലരും എടുത്ത് വിഷ്വൽ ചെയ്യാൻ തുടങ്ങി. അന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒരു കോമ്പറ്റീഷൻ നടത്തിയിരുന്നു. നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കഥ ഏറ്റവും ഗംഭീരമായി വിഷ്വൽ ചെയ്യുന്ന ഒരാൾക്ക് ഞാൻ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൊരു വേഷം കൊടുക്കും എന്നുള്ള രീതിയിൽ ഒരുപാട് എൻട്രീസ് വന്നു. ഒരുപാട് പേർ അത്തരത്തിലുള്ള കഥകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ധാരാളം ആളുകൾ കണ്ട ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു കൊച്ചു മിടുക്കനാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ എത്താൻ പോകുന്നത്. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. സ്വാഗതം ആകാശ്. ഹലോ. ഹലോ ആകാശ്, നീ മിടുമിടുക്കനാണല്ലോ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? 9ല്. അതെ, സലീമേട്ടൻ ഇപ്പോഴും ആളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളെ വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് കത്തിയിട്ടില്ല സലീമേട്ടൻ. എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. സലീമേട്ടന് ഞാനാണ് വീഡിയോ അയച്ചു തന്നത്. എന്റെ കഴിഞ്ഞ സീസണിലെ ഒരു മരിച്ച വീട്ടിൽ പോയൊരു ചെറിയ കഥ. ഓക്കെ മോനെ, ഞാനൊരു 10 പ്രാവശ്യം കുറയാതെ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമുണ്ട്. ഞാൻ ചിരിച്ചിരിച്ച് ഞാൻ ഈ അടുത്തിടക്ക് ഇത്രയും ഒരു വീഡിയോ കണ്ടിട്ട് ഇത്രയും ചിരിച്ചിട്ടില്ല. വളരെ മനോഹരമായിട്ടത് മോൻ തന്നെയാണ് അത് ഇത് ചെയ്തത്. അതെ, 6 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തൊരു വീഡിയോ. 6 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പം ഇത് ഇപ്പൊ ചില ഏതെങ്കിലും ഒരു 2 പ്രേക്ഷകർ എല്ലാരും കണ്ടു കഴിഞ്ഞു. ആരെങ്കിലും 2 പേര് കാണാത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ചെറിയ കഷ്ണം ഇപ്പൊ ഒന്ന് കാണാം, അല്ലേ? കണ്ടിട്ട് നമുക്ക് വരാം. എൻ്റെ ഒരു സുഹൃത്ത് കുളിക്കാനായിട്ട് വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് വെറുതെ നിൽക്കുക. വീടിൻ്റെ വാതിൽ കയറിയത് ഇനി ഒന്ന് കുളിക്കാൻ പോകണം എന്നുള്ള അവസ്ഥയിൽ തോർത്ത് കൊണ്ട് കൊടുത്ത് ചെറിയ കൈയുടെ ഇങ്ങനെയുള്ള കറക്കൽ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം അപ്പോൾ തന്നെ അമ്മയായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് വേർത്തം വന്ന് ചോദിച്ച്, സുഹൃത്തേ അറിഞ്ഞാ മാധവൻ ചേട്ടൻ മരിച്ചു പോയി, വല്ലേ അങ്ങോട്ട് ചോദിച്ചു. മാധവൻ ചേട്ടൻ മരിച്ചാ? വാ എന്ന് പറഞ്ഞു. അപ്പം സുജിത്ത് ആലോചിച്ചപ്പം മരിച്ച വീട്ടിൽ പോയിട്ട് വന്നാലും എന്തായാലും ഒന്ന് കുളിക്കണം, അതുകൊണ്ടൊന്ന് മാധവൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയേക്കാം. അങ്ങനെ തീരുമാനമായി. സുജിത്ത് അപ്പം തന്നെ അഴയെ കിടന്നൊരു ഷർട്ടും അഴയെ കിടന്നൊരു മുണ്ടും എടുത്തെടുത്തിട്ട് ആ ബൈക്കിൻ്റെ പുറകെ കയറി നേരെ മരിച്ച വീട്ടിലോട്ട് പോയി. പുള്ളി മരിച്ച വീട്ടിലെത്തി. അവിടെ ഇങ്ങനെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാധവൻ ചേട്ടന് 3 പെമ്മക്കളാണ്. പെമ്മക്കളായതുകൊണ്ട് ഒരിക്കലും കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. ഈ പെമ്മക്കൾക്ക് ഇതിൻ്റെ കർമ്മം ചെയ്യാൻ പറ്റുമല്ലോ, പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്നെ കരയോക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പം മാധവൻ ചേട്ടൻ്റെ കർമ്മം ചെയ്യേണ്ടത് അതിപ്പോൾ ആര് ചെയ്യുന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചർച്ച ചെയ്ത് അതിനിടയിൽ ആരാണ്ട് പറഞ്ഞ് മാധവൻ ചേട്ടൻ്റെ വല്യച്ഛൻ്റെ മോൻ്റെ ഭാര്യയെ കെട്ടിച്ചേക്കണേൻ്റെ അളിയത്തിൻ്റെ മോൻ്റെ നിൽക്കണമാണല്ലോ സുഹൃത്ത്. സുഹൃത്തിന് ഇത് ചെയ്യാവുന്ന കേസല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ എവിടുന്നറിയാൻ പാടില്ല ഈ കർമ്മം ചെയ്യാനുള്ള അവകാശം സുജിത്തിന്റെ തലയിലോട്ട് നേരെ വന്നു കയറി. സുജിത്താണെങ്കിൽ കുളിക്കാൻ നിന്ന മനുഷ്യനാണ്, വീടിന്റെ മുറ്റത്ത് വെറുതെ നിന്ന മനുഷ്യനാണ്. ദാറ്റ് ഈസ് ദ പ്രതിഭാസം. പുള്ളി ജെട്ടിയിട്ടിട്ടില്ലായിരുന്നു. പുള്ളി അപകടം മനസ്സിലാക്കിയ സുഹൃത്ത് നേരെ ആ വീട്ടിൽ തന്നെ കയറി ആ വീട്ടിലെ അലമാരയിൽ നിന്ന് കിട്ടിയ ഒരു ജെട്ടി എടുത്തിട്ടു. ഒരു ജെട്ടി എടുത്തിട്ട് നേരെ സുഹൃത്തിനെ കിണറ്റുകരയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സുഹൃത്തിനൊരു തോർത്ത് ഉടുക്കാൻ കൊടുത്ത തോർത്തിന്റെ മോൾവശം തമ്മിൽ കെട്ടി താഴ്വശം ഇങ്ങനെ അകന്നിരിക്കും. താഴ്വശമായിട്ട് കെട്ടാൻ പറ്റുന്നില്ല. അത്രയും ചെറിയൊരു തോർത്ത് ജസ്റ്റ് ഒന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്. ബാക്കി എഴുതിയ പോലെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിയ അകലമാണ്. നേരെ സുഹൃത്തിന്റെ തലവഴി 2 തൊട്ടി വെള്ളം കോരിയങ്ങ് ഒഴിച്ചു. തലവഴി വെള്ളം കോരി ഒഴിച്ചു. നേരെ തോർത്ത് നനഞ്ഞപ്പം അകത്തിരിക്കുന്ന ജെട്ടി തെളിഞ്ഞു. നല്ല പൂക്കളൊക്കെ ഉള്ള കുഞ്ഞൊരു ജെട്ടി. കാരണം എന്താ വെച്ചാൽ ഈ മരിച്ച മാധവൻ ചേട്ടന് 3 പെമ്മക്കളാണല്ലോ. ഇവൻ ആ വീട്ടിൽ തന്നെ കയറിയിട്ട് ഒരു അലമാരയിൽ നിന്ന് ഷഡ്ഡി എടുത്തപ്പോൾ ഏതോ ഒരു പെങ്കൊച്ചിന്റെ ഷഡ്ഡിയാണ് പുള്ളി എടുത്തിട്ടേക്കുന്നത്. ആണുങ്ങൾ ഇടുന്ന പോലത്തെ ഷഡ്ഡിയേ അല്ല ഇവനിട്ടേക്കുന്നത്. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള. അപ്പം തന്നെ ആൾക്കാരുടെ പിടി വിട്ടുപോയി. ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാച്ചിട്ട് ഇങ്ങനത്തെ ഷഡ്ഡി ഇട്ടുകൊണ്ടാണോ കർമ്മം നടത്താൻ വരുന്നത്? ബോഡിക്ക് ചുറ്റും ആൾക്കാർ ചിരിക്കണോ വേണ്ടതെന്ന് ഓർത്തിട്ട് ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നു. ഇതാണ് ഇങ്ങനെ തെളിയുകയും ചെയ്തു. മറ്റൊരു പ്രശ്നം കൂടി ഉടലെടുത്തു. അതെന്താന്ന് വെച്ചാൽ ഈ ആണുങ്ങളുടെ അത്ര എലാസ്റ്റിക് ഒന്നും ഇതിനില്ല. പുള്ളി ഈ കുടവും തലയിൽ വെച്ചിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ഊരാൻ തുടങ്ങി തന്നെ. ഫസ്റ്റ് റൗണ്ട് എത്തിയപ്പോൾ ഇത് ഊരി മുട്ട് വരെ എത്തി. പുള്ളി ഇങ്ങനെയായി. സെക്കൻഡ് റൗണ്ട് നടക്കുമ്പോൾ അത് ഊരി ഇവിടം വരെ എത്തി. പുള്ളി ഇങ്ങനെ പോയി. 3ാമത്തെ റൗണ്ട് കിടക്കുമ്പോഴത്തേക്ക് നിലത്ത് 8 എന്ന് എഴുതിയ പോലെ ഇത് ഊരി കിടക്കുകയാണ്. പുള്ളി അതും കവച്ച് വെച്ച് 3ാമത്തെ റൗണ്ട് ഇങ്ങനെ നടക്കുമെന്നു.
ബോഡിക്ക് ചുറ്റും ചിരി എന്ന് പറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണം എന്നറിയാണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പം തിരുമേനി ഈ കുടത്തിലൊരു വെട്ടുകത്തി എടുത്തിട്ട് ഇങ്ങനെ ഒരു കൊത്തു കൊത്താനായിട്ട് തിരുമേനി വന്നിട്ട് ചിരിച്ചുകൊണ്ടൊരു കൊത്തു കൊത്തിയത് ആ കൊത്തവൻ്റെ തലക്കിട്ട് കൊണ്ട് തലയിലാറ് സ്റ്റിച്ചുമായി. അങ്ങനെ വെറുതെ കുളിക്കാൻ നിന്നവൻ്റെ മാനവും പോയി, തലയിലൊരു വെട്ടുപാടുമായി. ഇപ്പോഴും അവൻ തല മുട്ടയടിക്കുവാണെങ്കിൽ ഭണ്ണാരത്തിലൊക്കെ പൈസ ഇടാൻ ഉണ്ടാക്കി വെച്ച പോലത്തെ ഒരു വെട്ടുപാട് അവൻ്റെ തലയുടെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും. ആകാശേ, എന്തോ ഇത് തന്നെയാണോ ഷൂട്ട് ചെയ്തത്? ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ക്യാമറ ഓണാക്കി ഓഫാക്കി എഡിറ്റിംഗ് ഒക്കെയോ? ഞാൻ തന്നെ. ഇത് എപ്പോ പഠിച്ചു ഇതൊക്കെ? അല്ല, അതിപ്പോഴത്തെ പിള്ളേര് അതിലൊക്കെ മിടുക്കന്മാരാണ്. പക്ഷെ അത് 6 വേഷം വരെ ചെയ്തിട്ടുണ്ട്. 6 8 8. അതെ, 8 വേഷമാണ് ചെയ്തേക്കണ. ദശാവതാരം 10 പുള്ളി 8 വരെ എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ കമലഹാസന്റെ നെഞ്ചത്താണ് തേങ്ങ അടക്കണത്. മോനെ, ഗംഭീര പ്രകടനമായി. ഇനിയാണ് ഞാനൊരു സർപ്രൈസ് പൊട്ടിക്കാൻ പോകുന്നത്. അതായത് ആകാശം മിടുക്കനാണ്, അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. എന്നാൽ സലീമേട്ടൻ അറിയാത്ത ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ആകാശിന് ഈ കല വെറുതെ കിട്ടിയതൊന്നുമല്ല. ആകാശിന്റെ അച്ഛനെ സലീമേട്ടൻ അറിയും, എനിക്കറിയും, മലയാളികൾക്കറിയും. സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരുപാട് സിനിമാ ഗാനങ്ങൾ, ലളിതഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, നാടക ഗാനങ്ങൾക്കൊക്കെ രചന നിർവഹിച്ചിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ അർത്തുങ്കല് പള്ളിയിൽ ചെന്നിട്ട് നീശോയെ കണ്ടിട്ടെന്നോ ശന പാടാം, ഇതുപോലെയുള്ള സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നമുക്ക് വേണ്ടി എഴുതിയിട്ടുള്ള രാജീവ് ആലിങ്കൽ ചേട്ടന്റെ മോനെ ഇത്. അതോട് കേട്ടപ്പോൾ വളരെ സന്തോഷം ഏൽപ്പിച്ചു. ഞാൻ എൻ്റെ സുഹൃത്തിന്റെ മകനാണെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. അത് നമുക്ക് രാജീവേട്ടനെ കൂടെ ഒന്ന് വിളിച്ചാലോ? തീർച്ചയായിട്ടും. രാജീവേ, വെൽക്കം. നമസ്കാരം. എന്താണ് മകന്റെ ഈ പെർഫോമൻസിനെ കുറിച്ച് പറയാനുള്ളത്? ഷാരഡയുടെ ഈ കഥ അവൻ തന്നെ 5-6 ദിവസം കഷ്ടപ്പെട്ട് എടുത്ത് ഇതെന്നെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കൈ കൊടുത്തു. കാര്യം അവനോട് അപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ ബാല്യത്തോടോ കൗമാരത്തോടോ ഞാൻ കാണിക്കുന്ന ഒരു അപരാധമാണ്. പിന്നെ ഈ 4-5 വർഷം സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ മാർക്കഡായിരുന്നപ്പോൾ മത്സരം പുറകിലാണെന്ന് മനസ്സിലായി അച്ഛൻ്റെ അമ്മയുടെ. അതുപോലൊരു അച്ഛനാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും മകനെ പ്രോത്സാഹിപ്പിക്കാൻ താമസിപ്പിച്ചത്. അല്ല, ഒരു കാര്യം കൊണ്ടുണ്ട് കേട്ടോ സലീമേട്ട. ഞാൻ അങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് കേട്ടോ രാജീവേട്ടൻ്റെ മോനെന്നൊക്കെ അറിഞ്ഞു. ഇപ്പൊ രാജീവേട്ടൻ ഞാനുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് രാജീവേട്ടന് വേണമെങ്കിൽ എന്നെ ഒരു വിളിക്കാം, എടാ ഇത് എന്നെ ആളാണെന്ന് പറയാം. ഞാനിതൊന്നുമില്ല, എനിക്ക് കരക്കാരയച്ചതെന്ന് നോക്കി ഞാൻ അന്വേഷിച്ച് ചെന്നപ്പം രാജീവേട്ടൻ്റെ മകനാണ്. രാജീവേട്ടനെ നമുക്ക് ഇത്ര നാളായിട്ട് അറിയാം, പക്ഷെ രാജീവേട്ടൻ നമ്മളോട് പോലും ഒരു പറഞ്ഞിട്ടുള്ള. ഞാൻ വിചാരിച്ചത് പിഷാരടി ഇവന്റെ വിഷ്വൽസിന് കമന്ററി പോലെ കൊടുത്താന്ന് ഞാൻ വിചാരിച്ചത്. ഞാനോട് വിളിച്ചു ചോദിക്കാനായിട്ട് ഞാൻ മറന്നുപോയി. അപ്പൊ എന്റെ മകനാണ് പറഞ്ഞത്, വെച്ചാൽ അതല്ല, ഇത് പിഷാരടി ചേട്ടൻ പറഞ്ഞൊരു കഥ ഇയാള് വിഷ്വൽ ചെയ്താന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കുറേയും കൂടി അവനോട് ബഹുമാനം കൂടി. എൻ്റെ പ്രായമുള്ള ആൾക്ക് പോലും ഇൻസ്പിറേഷൻ ആവാൻ തക്ക ഒരു പ്രതിഭ അവനുണ്ട്. ആകാശ ഒരു നിസ്സാരക്കാരനല്ല, ആകാശങ്ങളോളം ഉയരേണ്ട ഒരു കലാകാരനാണ്. തീർച്ചയായിട്ടും ഉയരും. അപ്പോൾ നല്ല അച്ഛനായിട്ട് ഇന്ന് പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക. വളരെ സന്തോഷം തോന്നിയത് ഈ ക്യാമറ ഓണാക്കി വെക്കുന്നതും എല്ലാ ഭാവനയും പുള്ളിയുടെ ആയിരുന്നു. രാജീവന്റെ പുതിയ എഴുത്തുകളും വർക്കുകളും ഒക്കെ ഏതാണ് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികളൊക്കെ? പുതിയ ഒരു സിനിമ ജോഷ് സാറിന്റെ പാപ്പൻ ആണ്, കണ്ണൻ താമരക്കുളത്തിന്റെ ഒരു പടം ഉണ്ട്. ഇഷ്ടംപോലെ പടങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് ആ മേഖലയിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പറഞ്ഞ പോലെ ആകാശ അടുത്ത പടം ഈ സിനിമയാണ്. നമുക്കല്ലേ സിനിമയുടെ കാര്യം നടന്നു വന്നാവുന്നൊക്കെ ഒരു അവസ്ഥ എല്ലാ സിനിമയ്ക്കും ഉണ്ട്. അടുത്ത പടം എൻ്റെ സംവിധാനം ചെയ്യുന്ന പടം കൃത്യമായ സമയത്ത് പ്ലാൻ ചെയ്ത പോലെ വരികയാണെങ്കിൽ ആ ഒരു നല്ല വേഷം ആകാശിന് ആ സിനിമയിൽ ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ. കേട്ടോ, ഗംഭീരമായി. വലിയ സന്തോഷമുണ്ട്. ഒരച്ഛൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ഇങ്ങനെയാണ്. അത് തല്ലിപ്പഴിപ്പിക്കാതെ പഴുത്ത മകനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അത് വലിയൊരു സന്തോഷമാണ്. ഗംഭീരമായി. താങ്ക് യു രണ്ടുപേർക്കും. താങ്ക് യു വെരി മച്ച്. രമേശ് ചേട്ടാ, ഈ വിഷസ് അവാർഡ് നൽകാൻ രമേശ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ചെറിയൊരു കാര്യം, നമ്മൾ അവൻ്റെ അമ്മേനെ കൊണ്ട് വിളിച്ചാലോ? തീർച്ചയായും.